സഹിക്കാൻ വയ്യായിട്ട് പോയി. ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, സിക്കന്ദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പേ വളരെ അധികം ഇന്ന കാര്യങ്ങളിൽ വിവരമുള്ള ആളായിരുന്നു. അപ്പം സിക്കന്ദർ റസൂലുള്ളാഹിൻ്റെ മുമ്പുള്ള ആണെന്ന് ഈ പറയുന്ന ആലിമും പറയാണ്. ആളുടെ ഉദ്ദേശം എന്താണ്? വന്ന രാജാവൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ചരിത്രപരമായിട്ട് വിവരമൊക്കെ ഉണ്ടെന്ന് അയാളെ പഠിപ്പിക്കലാണ്. രാജാവ് പതുക്കെ നീച്ചു പോകുന്നു പറഞ്ഞു. കാരണം സിക്കന്ദർ ഏത് കാലത്തുണ്ടായിരുന്നു രാജാവിനറിയാം, റസൂലുള്ള ഏത് കാലത്തുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക് അറിയാം. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇല്ലാത്ത വിവരം നമ്മൾ ഉണ്ടെന്ന് നടിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു. അവിടെ വെച്ച് അള്ളാൻ്റെ സഹായം ഇട്ടേ എന്നാണ് പോകും. പിന്നെ അള്ളാൻ്റെ സഹായം അയാൾക്ക് ഉണ്ടാവില്ല. അതവിടെ അള്ളാൻ്റെ മുമ്പിൽ എന്താണ് ചെയ്യേണ്ടത്? ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതനാന്ന് മലക്കൾ വരെ പറഞ്ഞാൽ എന്താണ്? എന്താണോ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്നത് മാത്രമേ ഞങ്ങൾക്ക് വരുള്ളൂ. നമ്മളെല്ലാവരും ചാടിക്കയറി അഭിപ്രായം പറയും, അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് വിവരമില്ലാത്ത ആൾക്കാരുടെ ഒരു ലക്ഷണം കൂടിയാണത്. ചില സമയത്ത് വിവരമില്ലാത്ത മാത്രമല്ല, വിവരമില്ല എന്നുള്ളത് മറ്റുള്ളവർ ധരിക്കരുത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും സാധാരണ നിത്യജീവിതത്തിൽ. പിന്നെ വിവരം കൊണ്ടാണ് എല്ലാവരും അതിജയിക്കുന്നതെന്ന് അവർക്കറിയാം, പക്ഷേ വിവരമിട്ടില്ലാനും. അപ്പോൾ ചാടിക്കയറി ഉടനെ അഭിപ്രായം പറയും. അഭിപ്രായം പറയേണ്ടതല്ല ഞാൻ പറയുന്നത്, വിവരമില്ലാത്തതിന് അഭിപ്രായം പറയരുത്. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ മസീമോദ് നമ്മളെ ഉപദേശിച്ചൊരു സംഗതി ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതന എന്ന് എപ്പോഴും വിചാരിക്കണം. മറ്റൊന്ന്, എപ്പോഴും വഖുർ റബ്ബി സിദിനി ഇൽമ, റബ്ബെ എൻ്റെ ഇൽമിനെ നീ വർദ്ധിച്ചു തരണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാൻ്റെ റസൂലിനോട് പറയുന്നത് നീ പറയുക, നീ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, സിദിനി ഇൽമ, എൻ്റെ ഇൽമ വർദ്ധിക്കണം. പിന്നെ നമ്മളെത്ര മാറ്റം പറയേണ്ടി വരും? ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ദുആ ആണെന്നാണ് എല്ലാവരും ധരിച്ചിട്ടുള്ളത്. അത്ഫാലിനെ ആദ്യം പഠിപ്പിക്കാനുള്ള ദുആ ആണ്. അപ്പോൾ അത്ഫാൽ ഇതൊക്കെ പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ മതി എന്നാണ്. ഇത് ആദ്യം പഠിക്കേണ്ടത് വാപ്പിയമ്മയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ റബ്ബി സിദിനി ഇൽമ എന്ന് നമ്മൾ എല്ലാ കുട്ടികളെയും ആദ്യം പഠിപ്പിക്കുന്ന ദുആയാണിത്. സാധാരണ എളുപ്പം വായിൽ വരുന്ന, ഞാൻ ചെറിയ കുട്ടികൾ 1.5 വയസ്സായാലും കുട്ടികൾ ചൊല്ലും അത്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതല്ല, നമ്മളത് ചൊല്ലേണ്ടവരാണ് എന്ന്. ഹദീസിലുള്ള മറ്റൊരു സംഗതി, അല്ലാഹു മൻഫഅനി ബിമാ അല്ലംതനി വ അല്ലിംനി ബിമാ മാ യൻഫഅനി വ സിദിനി ഇൽമ. റബ്ബേ, ഞങ്ങൾക്ക് നീ എന്താണോ പഠിപ്പിച്ചത് അത് ഉപകാരപ്പെടുത്താനുള്ള ഭാഗ്യം തരണേ. ഞങ്ങൾക്ക് എന്താണോ ഉപകാരപ്പെടുന്നത് അത് ഞങ്ങളെ നീ പഠിപ്പിക്കണേ, ഞങ്ങളെ അറിവിൽ നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ദുആ ചെയ്യാനും ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. അല്ലാഹു മർസുഖ്നി ഇൽമൻ നാഫിയൻ അമലൻ സാലിഹൻ തർലാഹു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ അറിവ് നൽകണമേ, ഉപകാരപ്രദമായ ഇൽമ്, അമലൻ സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നീ അതുകൊണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ. ഞാൻ ഈ വിഷയം നേരെ തിരിച്ച് ഡൈവേർട്ട് ചെയ്യാൻ പോകണം മറ്റേ സ്ഥലത്തേക്ക്. അത് അറിവ് നിലനിൽക്കാനുള്ള മാർഗം അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതനുസരിച്ചിട്ട് അതിൻ്റെ കർമ്മരംഗത്തേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്യലാണ്. ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരിക്കൽ ഹുസൂറിന് മദീനത്ത് ബുഖാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിർഖാത്തുൽ യഖീനിൽ ഹുസൂറിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. ഹുസൂർ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സ്വപ്നത്തിൽ, യാ റസൂലല്ലാ, കശ്ഫിൽ, യാ റസൂലല്ലാ, എങ്ങനെയാണ് അബൂ ഹുറൈറ എത്ര കൂടുതൽ ഹദീസ് പഠിച്ചു കുറച്ച് കാലം കൊണ്ട്? അല്ലാതെ സങ്കടമാണ് ആലോചിക്കുമ്പോൾ. സങ്കടം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം റസൂലുള്ളാഹിൻ്റെ ഒപ്പം നിന്നപ്പോഴേക്കിന് 1 ലക്ഷക്കണക്കിന് ഹദീസ് പറയുന്നൊരു മനുഷ്യൻ. നമ്മൾ കിതാബ് ഓതി 6-7 കൊല്ലം കിതാബ് ഓതിയിട്ടും അത്ര ഹദീസ് മൂപ്പര് പറഞ്ഞ ഹദീസ് കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നൊരു വിഷമാണത്. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ച് കശ്ഫിൽ ഖലീഫത്തുൽ മസീഹ് അവ്വൽ എങ്ങനെയാണ് അബൂ ഹുറൈറ എത്രത്തോളം ഹദീസ് പഠിച്ചത്? അപ്പോൾ റസൂൽ തിരുമേനി വന്നിട്ട് ചെവിട്ടിൽ എന്തോ പറയാൻ വേണ്ടി പോകുമ്പോൾ, കശ്ഫ് തന്നെ പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഖലീഫ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ അന്ന് മസീമിൻ്റെ മറ്റൊരു സഹാബി വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് നിസ്കാരത്തിന് സമയമായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വപ്നത്തിൽ കശ്ഫ് തന്നെയാണ് ഇത് കാണുന്നത്, പക്ഷേ ഡയറക്റ്റാണ് വിളിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഇപ്പോൾ പ്രശ്നത്തിലായാലും നമ്മൾ ഒരു കാര്യം അറിയാൻ പോകുന്ന നേരത്തെ മറ്റൊരുത്തം വിളിച്ചാൽ വേണ്ട സിനിമ കാണുമ്പോൾ നടുവിലൊരുത്തം വിളിച്ചാണ് ദേഷ്യം പിടിച്ചിട്ട് പിന്നെയും കിടന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുപോലുള്ളൊരു അവസ്ഥയാണിതെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇടകയറി വരുന്നതെന്ന് വെച്ചാൽ ഇത് ബാക്കി കിട്ടൂല, നല്ല കിട്ടി. അല്ലെങ്കിൽ തോമസി പറയണേ അതിന് അള്ളാഹു എന്നെ മനസ്സിലാക്കി തന്നത്, ഹദീസ് കേട്ടാൽ ഉടനെ നിസ്കരിക്കാൻ വേണ്ടി മറ്റാൾ വിളിച്ചോ, കശ്ഫ് തന്നെ വന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ കാണും ചെയ്യുന്നത്. പ്രവർത്തിക്കലാണ് ആ ഹദീസ് നിലനിർത്താനുള്ള ഭാഗ്യം പരിപാടി എന്ന് എനിക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത്. ഒരു ഹദീസ് കേട്ടാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ പിന്നെ ബാക്കിയില്ല, പിന്നെ ഹദീസ് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ജീവിതത്തിലായി. ഇപ്പോൾ കുൽ ബി യമീനിക്ക ഒമാ യലീക്ക ഒരു ഹദീസാണ്. നീ നിൻ്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, അടുത്തുനിന്ന് കഴിക്കണം.
വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് അത് പിന്നെ ഹദീസ് പഠിച്ചിട്ടില്ലല്ലോ പറയാം. പക്ഷെ അടുത്തുനിന്ന് കഴിക്കണമെന്ന് ഹദീസ് പഠിച്ചാലല്ല, നമ്മളെങ്ങനെയോ അടുത്തുനിന്ന് കിട്ടിയിടന്നൊക്കെ തിന്നുന്ന സ്വഭാവമുള്ളവരുണ്ട്, അടുത്തുനിന്ന് കഴിക്കുന്നവരുണ്ട്. അത് നമ്മൾ വളമ്പുമ്പോഴൊക്കെ നോക്കണം. നമ്മളൊരു വട്ടത്തിൽ, ഞാൻ ആ പടം സുയിപ്പാക്കാനല്ല പറയുന്നത്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ, അപ്പോൾ അതിൽ കയ്യിലിട്ടുകൊണ്ട് ഇളക്കാൻ കുത്തിരിക്കരുത്. അടുത്തുള്ളത് വളമ്പണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് ഒരു മര്യാദയാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. അത് ഒരു പ്രാവശ്യം ചെയ്താൽ അത് മര്യാദയായി. അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മളത് പാലിക്കുന്നത്. അടുത്തുള്ള ഭാഗത്തു നിന്ന് എടുത്ത് കഴിക്കാം. കാരണം ഒന്നിച്ച് കഴിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച തന്നെ അടുത്തുനിന്ന് കഴിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ കുടുങ്ങിയത്. കാരണം മറ്റവൻ്റെ കൈമൽക്കും എൻ്റെ കൈമൽക്കൊക്കെ കയറി പിടിക്കും. പ്രിയമ്പത തമാശയൊക്കെ ഇട്ടുണ്ട് ഒരിക്കൽ. പിന്നെ ഒരാൾ പറഞ്ഞ് ഒരു തബ്ലീഗ് ജമാഅത്തിനോട് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തല്ല ഈ വിരൽ ഈമ്പലെന്ന് വെച്ച്. അപ്പോൾ മൂപ്പര് തമാശ പറഞ്ഞു, ജീവാണെങ്കിൽ എൻ്റെ ഈമ്പിക്കുക, മറ്റവൻ്റെ ഈമ്പിക്കുക, അടുത്തുള്ളവൻ്റെയൊക്കെ പിടിച്ച് ഈമ്പിക്കുക, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ തമാശയ്ക്ക് വിട്ട്. അപ്പോൾ സംഗതി അറപ്പില്ലാത്ത വിധത്തിൽ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിക്കണം. അപ്പോൾ അറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അതിന് എടുത്താക്കലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിക്കാനുള്ള മാർഗം അത് ചെയ്യലാണെന്ന് പറഞ്ഞ സമയത്ത് ഖുർആൻ അതിനെക്കുറിച്ച് എന്താണ് പറയുക? വൽ അമലു സാലിഹു യർഫഉഹു, മനുഷ്യനെ ഉയർത്തുന്നത് അവൻ്റെ കർമ്മങ്ങളാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കർമ്മരംഗത്ത് നമുക്ക് കിട്ടുന്ന മാറ്റങ്ങളാണ്. പക്ഷെ കർമ്മരംഗത്തിന് അറിവുകളാണ്. പക്ഷെ അറിവുകളെ നിലനിർത്തുന്നത്, അതിനെ സ്ഥിരമായിട്ട് നമ്മളെ കൂടെ നിർത്തുന്നത് കർമ്മങ്ങളാണ്. അപ്പോൾ കർമ്മത്തിന് അറിവുമായിട്ടുള്ള ബന്ധവും അറിവിന് കർമ്മമായിട്ടുള്ള ബന്ധം, രണ്ട് ബന്ധവും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ സ്ഥലത്തും, മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ മസീഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക് സുൽക്ക് ഫിലോസഫി അഥവാ ഇസ്ലാം തത്വജ്ഞാനത്തിൽ ഇതിനെ നിരന്തരം വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് പറയുന്ന സംഗതി കർമ്മത്തിനെ കുറിച്ചുള്ള, പിന്നെ അറിവും കർമ്മവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. റബ്ബി അരിനി ഹഖായിഖൽ അഷ്യ എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരിക്കൽ ഇൽഹാമുണ്ടായി. ആ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അഷ്യാവിൻ്റെ ഹഖായിക്ക് അഥവാ വസ്തുക്കളുടെ യാഥാർത്ഥ്യം എന്തെന്ന്, പിന്നെ അതിൻ്റെ യഥാർത്ഥത്തിലെ ഹവാസ് എന്തെന്ന്, അതിൻ്റെ പിന്നെ തനിത്തന്മ എന്തെന്ന് റബ്ബെ എനിക്ക് നീ എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കണമേ എന്ന് ദുആ ചെയ്യാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ എടുത്ത അറിവിനെ പിന്നെ അമലിലേക്ക് കൺവേർട്ട് ചെയ്യാതെ അറിവിനെ നിലനിർത്താൻ കഴിയുകയില്ല. എടുത്ത അറിവിനെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരാതെ ഒരിക്കലും അറിവ് നമ്മുടെ കൂടെ നിൽക്കുകയില്ല. ഇതാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അമലെ സാലി വോഹെ ജോ മഹസ് അല്ല തലയ്ക്ക് വാസ്തേ ഹോ, ഈ അറിവുകളെ അത് അമലായി സാലിഹായിട്ട് തീരുന്നത്, അത് സൽക്കർമ്മമായി തീരുന്നതോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ മസീഹ് എങ്ങനെയാണ് നമ്മളെ വരിക്ക് ഒരു സാധനം ഇങ്ങനെ അടുക്കി തരാണ്. നമുക്ക് അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ സഹായിക്കുന്നു, അവൻ്റെ ഫضലുണ്ട്. അപ്പോൾ ആ ഫضല് അള്ളാഹ് എനിക്ക് തന്നല്ലോ എന്ന് കാണിച്ചു കൊടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അത് ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെ ലക്ഷണമാണത്. പടച്ചോൻ തന്നൊരു അറിവ് അതനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ നമ്മളോട് പറയാണ്. ഇത് നല്ല ഭക്ഷണമാണെന്ന് നമ്മളോട് ആരും പറഞ്ഞു തന്നെ, നമ്മൾ സ്നേഹമുള്ള ഒരാളെ നമുക്ക് തന്നാണ്. അപ്പോൾ നമ്മളത് കഴിക്കാതെ ഇരുന്നിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിഡ്ഢികളാണല്ലോ. തന്ന ആളുടെ വിഷമമൊന്നുമല്ല, തന്ന ആൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നു തന്നെയാണ്. ഇതേപോലെ അറിവ് അള്ളാഹു നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തരുന്നത് തന്നെയാണ്. നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് അവിടെ വെച്ച് കട്ടാവും. ഇതാണ് മുസ്ലിം പഠിപ്പിക്കുന്നത്. അള്ളാഹ് തന്ന അറിവിനെ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ല എന്ന നഷ്ടമല്ല, വാസ്തവത്തിൽ ഖലീഫത്തുൽ സാനി പറയുന്നത് ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാണ്. അതിനെ മുസ്ലിം റളിയല്ലാഹു തആല വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അത് അള്ളാഹ് തരാത്തതാണ്, അള്ളാഹ് കയ്യിൽ പ്രശ്നമല്ല. പക്ഷെ തന്നതിന് ശേഷം അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ കളിപ്പിക്കുകയാണ് അള്ളാഹനെ ചെയ്യുന്നത്, അള്ളാഹനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്കൊരു നല്ല സാധനം കയ്യിൽ തന്നൊരു പിന്നെ ഉപഹാരം എന്ന നിലയിൽ തന്നിട്ട് ആ സാധനം അനുസരിച്ച് നിങ്ങളിപ്പോൾ ഉസുറന് ഭക്ഷണം തന്നെ ഉദാഹരിക്കുന്നുണ്ട്. ഭക്ഷണം തന്നു, അത് നിങ്ങൾ കഴിച്ചാൽ അള്ളാഹ് തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ നുകർന്നു, അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷെ ഒരാൾക്ക് അള്ളാഹ് ഭക്ഷണം കൊടുത്തിട്ടില്ല, അയാൾ കഴിച്ചിട്ടില്ല, അയാൾ അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. പക്ഷെ കൊടുത്തത് കഴിക്കാതെ ഇരുന്നുകൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അയാൾ അള്ളാഹ് വെറുതെ വിടില്ല. അപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്ന അറിവിനെ, ഖുലഫാക്കൾ തന്ന അറിവിനെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷയ്ക്ക് വീണ്ടും വിധേയമാകേണ്ടി വരും എന്നാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പറയുന്നത്. ഇനി മസീഹുവിൻ്റെ വാക്ക് തന്നെ കേട്ടുള്ളത്: महज उस इल्म में कुछ शरफ और बुजुर्गी नहीं जो सिर्फ दिमाग और दिल में भरा हुआ हो.
മസ്തിഷ്കത്തിലും ഹൃദയത്തിലും നിർഭരമായി കിടക്കുന്ന അറിവിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ശ്രേഷ്ഠതയോ അതല്ലെങ്കിൽ അതിനൊരു മാന്യതയോ കൽപ്പിക്കപ്പെടാവുന്നതല്ല. മസ്തിഷ്കത്തിലോ മനസ്സിലോ ഉള്ള അറിവുകളെ ഒരു വിധത്തിലും ശ്രേഷ്ഠീകരിക്കാവുന്നതോ അതല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കാവുന്നതോ അല്ല. അതിന് ഷറഫുമില്ല, ബുസുർഗില്ല. बल्कि हकीकत में इल्म वो है जो दिमाग से उतरकर तमाम आज़ा उसे मुतअद्दिब और रंगीन हो जाए. അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ മസ്തിഷ്കത്തിൽ നിന്നത് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ അവയവങ്ങളിൽ അതിനെ അനുസരിച്ച് അദബിൽ അത് ഒതുങ്ങി വരണം. അത് നമുക്ക് ഒരു അറിവ് കിട്ടിയാൽ ആ അറിവ് അനുസരിച്ച് നമ്മുടെ അഖ്ലാഖിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ അദബിൽ അത് കാണണം. മസ്തിഷ്കത്തിൽ മാത്രം ഉണ്ടായ പോരാ. അതിന് ഖലീഫുസ്ഥാനി രസമായിട്ട് പറയുന്ന ഒരു സ്ഥലത്ത് പറയുന്നത് വെച്ചാൽ ഈ ഒരു ഗുളിക എടുത്തിട്ട് ഇത് തലവേനക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടാലേ ആളെ തലവേനക്ക് ആളെ വിവരമുണ്ട്, ഇത് തലവേനക്ക് ആളുടെ ഗുളികയാണ് പറഞ്ഞിട്ട് ആളെ തലവേനൊന്നും മാറില്ല. അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മപദത്തിൽ അത് കൊണ്ടുവരണം. നമ്മുടെ അഖ്ലാഖ് ഇന്നതാണെന്ന് പറഞ്ഞാൽ അഖ്ലാഖിൽ നമ്മൾ കാണണം, അല്ലാതെ അഖ്ലാഖ് ഉണ്ടായിട്ട് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാരോട് ദേഷ്യം പിടിക്കരുത്, നമ്മൾ വല്ല ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞ് പഠിച്ച് ദേഷ്യം പിടിച്ചുകൊണ്ടിരുന്ന പിന്നെ അതൊരു കാര്യമില്ല, അത് അറിവല്ല. അത് മസ്തിഷ്കത്തിലുള്ള സാരം ഒരു വിധത്തിലും ഗുണമില്ലാത്തതാണ്. അതിന് രംഗീൻ ഹോ ജായ, അതിൻ്റെ നിറം ഉണ്ടായിരിക്കണം. ആ ഒരു ഹാഫിദാക്കി യാദാസ്ത് അമലി രംഗമേ ദിഖായി ദേ, അയാളുടെ ഓർമ്മശക്തിയിലുള്ള അയാളുടെ ഓർമ്മകൾ അയാളുടെ കർമ്മരംഗത്ത് പ്രകടമായിക്കൊണ്ടിരിക്കേണ്ടതാണ്. सो इल्म के मुस्तहकम करने और उसके तरक्की देने का यह बड़ा जरिया है कि अमली तौर पर उसके नुकूश अपने अज़ा में जमा ले. അറിവിനെ സുദൃഢീകരിക്കുന്നതിനും അതേപോലെ തന്നെ അതിന് കൂടുതൽ പുരോഗതി നൽകുന്നതിനും വേണ്ടി ഉള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ അതിനെ കർമ്മരംഗത്തേക്ക്, അതിൻ്റെ പ്രകടമായിട്ടുള്ള രൂപങ്ങളിലേക്ക്, തൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലും അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. कोई अदना इल्म भी अमली मुजावलस के बगैर अपने कमाल को नहीं पहुंचता. ഏറ്റവും നിസ്സാരമായ ഒരു അറിവുണ്ടെങ്കിലും ആ അറിവ് കർമ്മരംഗത്തില്ലെങ്കിൽ അതൊരിക്കലും അതിൻ്റെ സ്ഥാനത്തേക്ക് അത് എത്തുന്നില്ല. ഇസ്ലാമി ഉസൂൽ ഫിലോസഫിയിലാണ്, റുഹാനി ഇസ്ലാം തത്വജ്ഞാനത്തിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. മറ്റൊരിടത്ത് ഇതേ മാരിഫത്ത് മഹത്തായ ഒരു ജ്ഞാൻ, അത് അറിവിനെ കുറിച്ച് എന്താണെന്ന് മസീഹ് വിവരിച്ചുകൊണ്ട് പറയുന്നത്, ബാബർക്കത്ത് ഇൽം വഹി ഹെ ജോ അമൽ കെ മർത്തബെ മേ അപ്നെ ചമക് ദിഖ്ലായേ. അനുഗ്രഹീതമായ അറിവ് കർമ്മത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ പ്രകാശം കാണിക്കുന്ന അറിവാകുന്നു. മൻഹൂസ് ഇലും വോഹെ ജോ സിർഫ് അമൽ കി ഇലും കി ഹദ് തക് രഹേ. ശകുനം കെട്ട, ദുശകുനം കാണിക്കുന്ന വൃത്തികെട്ട അറിവ് എന്ന് പറയുന്നത് അറിവിൻ്റെ കാര്യത്തിൽ മാത്രം നിൽക്കുകയും അമലിൽ വരാത്തതാണ്. അത് വൃത്തികെട്ട, ശകുനം കെട്ട, മൻഹൂസ് പറഞ്ഞാൽ അത് ഒരു കണക്കിലും ഗുണം ചെയ്യാത്ത ഒന്ന്, അത്തരത്തിലുള്ള അറിവാണ് അതെന്ന്. കഭി അമൽ തക് നൗബത്ത് ന പਹੁഞ്ചെ, കർമ്മം ചെയ്യാൻ അതിനൊരിക്കലും സാധിക്കാറില്ല. അങ്ങനത്തെ അറിവ് ശകുനം കെട്ടതാണെന്ന്. ഇതും ഇസ്ലാമിക് സുൽഹ് ഫിലോസഫിയിലുള്ള ഒരു ഭാഗമാണ്. അതേ ഗ്രന്ഥത്തിൽ മസീഹ് പറയുന്നത്, ഇൽം ക ഹഖുൽ യഖീൻ കെ മർത്തബ പहुंचाന ക്യാ ഹോത്താ ഹൈ. ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ അത് സുദൃഢ ജ്ഞാനത്തിലേക്ക് എത്താനുള്ള മാർഗം എന്താണ് അതിനുള്ള വഴി നിങ്ങൾക്ക് അറിയുമോ? യഹി തോ ഹൈ കി അമലി തൗർ പർ ഉസ്കോ ഏക് ഗോഷ ഉസ്കെ ആസ്മായ ജായ്. ആ കിട്ടിയ അറിവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കർമ്മരംഗത്തേക്ക് നമ്മൾ പരീക്ഷിച്ച് കൊണ്ടുവരിക, അതാണ് ഹഖുൽ യഖീൻ ഉണ്ടാവാനുള്ള പണി. ചുനാജെ ഇസ്ലാം ऐसा हुआ, അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. जो कुछ खुदा ताला ने कुरान के जरिया से लोगों को सिखाया उनको ये मौका दिया कि अमली तौर पर उस तालीम को चमकाए और उस नूर से पूर हो जाए. വിശുദ്ധ ഖുർആൻ മനുഷ്യന് നൽകിയിട്ടുള്ള എന്തെല്ലാം അറിവുകളാണ് പഠിപ്പിച്ചത്, അത് കർമ്മരംഗത്ത് പ്രവർത്തിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്ത് അത് അവൻ്റെ കർമ്മത്ത് അത് പ്രകാശിക്കാനുള്ള മാർഗവും കാണിച്ചു കൊടുത്തു. അതാണ് യഥാർത്ഥമുള്ള വിശ്വാസത്തിനുള്ള മാർഗം. ഇതിനെ മസീഹ് 3 വിധത്തിലുള്ള അറിവായിട്ട് പറയുന്നുണ്ട്. പുക പൊന്തുമ്പോൾ കാണുന്ന അറിവ് അനുമാനജ്ഞാനവും, അതിൻ്റെ അടുത്തേക്ക് ചെന്ന് തീനെ കാണുമ്പോൾ അത് അവൻ്റെ ദർശനജ്ഞാനവും, ആ തീയിൽ നിന്ന് അവൻ യഥാർത്ഥത്തിലുള്ള ചൂട് അനുഭവിക്കുമ്പോൾ അതവൻ്റെ ഗോചരീയ ജ്ഞാനവും, അവനെ ഹഖുൽ യഖീൻ അവന് ശരിക്കുള്ള ഗോചരീയ ജ്ഞാനത്തിൽ നിന്ന് മാറി അവന് സുദൃഢ ജ്ഞാനവും അവന് ലഭിക്കുന്നു എന്ന് ഇൽമിനെ കുറിച്ചൊരു പ്രത്യേക ഘട്ടത്തിലൂടെ മനുഷ്യൻ കയറി വരുന്നതിനെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇൽമും അമലും തമ്മിലുള്ള ബന്ധം ഏതുവരെ ഉണ്ടാകുന്നില്ലയോ അതുവരെ മസീഹ് വിശ്വസിച്ചിട്ടുള്ള അറിവ് നമുക്കില്ല എന്ന് പറയണം. മറ്റേ അറിവ് എല്ലാവർക്കും ഉണ്ട്.
മറ്റ് കിതാബ് ഓതാനുള്ള അറിവ്, സക്കാത്ത് ചെയ്യാനുള്ളത്, മറ്റ് ഭയങ്കരമായിട്ട് ഫിക്കിൻ്റെ കിതാബ് നമ്മൾ വായിക്കുമ്പോഴല്ല പട്ടിക്ക് കുട്ടിയുണ്ടായ ഇമാം വെക്കാൻ പറ്റുമെന്ന് വരെ ഫിക്കിൻ്റെ കിതാബിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ അവർ കിള്ളു കീറി ചർച്ച ചെയ്തിട്ടുള്ള സാധനം മനുഷ്യനും പൊതുവേദിയിൽ വായിക്കാൻ പോലും പറ്റാത്ത കിതാബുകളുണ്ട്. അതൊക്കെ ഫിക്കിൽ അവർ പഠിച്ച ഒരുപാട് ഗവേഷണങ്ങൾ എവിടെ നിന്നൊക്കെയാണ് പട്ടിനെ വലിച്ചു കൊടുക്കുന്ന സാധാരണഗതിയിൽ പട്ടിയില്ലാത്ത രാജ്യത്ത് പോയി പട്ടിനെ തെരയണേക്കാണ് കൂടുതൽ ശക്തിയായിട്ടുള്ള തെരച്ചിൽ ഹദീസ് കൂടി തെരഞ്ഞിട്ടാണ് പട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഹദീസ് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ അവർ നടന്ന് പിന്നെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചേക്ക്. പിന്നെ ഹദീസ് നിദാന നിരൂപണ ശാസ്ത്രജ്ഞന്മാരുണ്ട്. വലിയ വലിയ ആൾക്കാർ ജീവിതം മുഴുവൻ വേണ്ടി വഖഫ് ചെയ്ത ആൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും അവരുടെ ജീവിതം നമുക്ക് കാണുമ്പോൾ. ഒരു ഹദീസ് ആര് നിവേദനം ചെയ്തു എന്ന് ലക്ഷക്കണക്കിന് സഹാബത്തിൻ്റെയും താബീങ്ങളുടെയും താബീങ്ങളുടെയും ജീവിത ചരിത്രങ്ങൾ തേടിയെടുത്ത് അതൊക്കെ വെച്ചിട്ട് ഈ ഹദീസ് സഹിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ 6 റാവിനെ കിട്ടിയാൽ ഒരു റാവി ഉള്ളത് ആദ്യകാലത്തായിരിക്കും, രണ്ടാമത്തെ റാവി ഉള്ള അടുത്ത 50 കൊല്ലത്തിലായിരിക്കും, അതിൻ്റെ അടുത്ത റാവി അടുത്ത 50 കൊല്ലത്തിലായിരിക്കും. ഒരാളുള്ളത് മക്കത്താണ്, വേറൊരാൾ മദീനയിലാണ്, ഒരുത്തൻ ബസ്രയിലാണ്, ഒരുത്തൻ കൂഫയിലാണ്. ഈ സ്ഥലങ്ങളിൽ നടന്ന ആളുകളെക്കുറിച്ചുള്ള ചരിത്രം ആദ്യം ശേഖരിച്ചെടുക്കണം. എന്നിട്ട് ഈ ഹദീസ് ശരിയോ തെറ്റോ എന്ന് അവർ തീരുമാനിക്കണം. എന്നിട്ട് വേണം ഈ വിഷയത്തെക്കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാൻ. ഇങ്ങനെ അറിവൊക്കെ തേടിയ ആളുകളുണ്ട്. പക്ഷേ ആ അറിവുകളൊക്കെ പഠിച്ച ആൾക്കാരാണ് ഈ കിതാബിൻ്റെ വിവരം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരെ. കർമ്മത്തില്ലല്ലോ. അവിടെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അറിവിൽ നിന്ന് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് മാറ്റിയത്. ഇൽമുൽ അദിയാൻ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ അത്രയും ചർച്ച ചെയ്ത് വന്നത്. ഈ ഇൽമുൽ അദിയാന് ഉള്ള മറ്റൊരു ഭാഗമാണ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാം. സമയത്തിന് പരിമിതി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെയും തുടരും. അതിൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നമ്മോട് പറയുകയാണ്, ഈ അറിവ് പഠിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. ഇൽമെ ദീനിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങൾ ആദ്യം തിരിച്ചു വെക്കണം. हुजूर പറയുന്നത് ये भी याद रखो कि दीन का इल्म भी 2 किस्म का होता है. ദീനിൻ്റെ അറിവുകൾ 2 വിധത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. जब तक दोनों को हासिल ना किया जाए कोई इंसान कामयाब नहीं हो सकता. രണ്ടിനെയും ഒരാൾ പിന്നെ എടുക്കുന്നില്ലെങ്കിൽ, രണ്ടിനെയും ഒരാൾ കരഗതമാക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനും പുരോഗതി കൈവരിക്കാൻ സാധ്യമല്ല. क्या इस वक्त बहुत से मौलवी ऐसे नहीं जो नमाज वगैरह रोज़ा वगैरह अहकाम शरिया का इल्म रखते हैं. ഇപ്പോഴെത്രയോ മൊല്ലാക്കന്മാർ മൗലവിമാരില്ലേ, അവർ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും അഹ്കാമെ ഷറിയ കർമ്മശാസ്ത്ര സംബന്ധമായിട്ടും ധർമ്മശാസ്ത്ര സംബന്ധമായിട്ടുള്ള ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്കുണ്ട്. എല്ലാ വിവരങ്ങളും അവർക്ക് നല്ലപോലെ ഉണ്ട്. ഈസായി അവർ ഹിന്ദു വഗേറ ബൽക്ക് ഉൻസെ ബി ജ്യാദ ഹെ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരെക്കാണ് മേലെയാണ്. നമ്മൾ പിന്നെ ഹിന്ദു മത തത്വശാസ്ത്രം അനുസരിച്ചിട്ടുള്ള അവരുടെ കർമ്മങ്ങളെയും അവരുടെ മറ്റ് പിന്നെ യാഗങ്ങളുടെയും യോഗകളുടെയൊക്കെ അവരുടെ ചരിത്രങ്ങളും അതിനുള്ള അവരുടെ അറിവുകളും നമ്മൾ വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര അറിവുള്ള ആൾക്കാരാണ്. അന്തം വിട്ടുപോകും. അർത്ഥമുള്ള ഹിന്ദുമതം എന്ന് പറഞ്ഞ 48 വാള്യങ്ങളുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ ഏതാനും ചില വാള്യങ്ങൾ വായിച്ചാൽ തന്നെ നമ്മൾ അന്തം വിട്ടു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വിവരങ്ങൾ ലോകത്തുണ്ടോയെന്ന്. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വളരെ വലുതാണ്. ഖലീഫത്തുൽ മസീഹ് പറയുന്നത് അത് അറിവ് തന്നെയാണ്, പക്ഷേ മറ്റൊരറിവും കൂടി നിങ്ങൾക്ക് വേണം. ഹുസൂർ പറയാണ്, ആ അറിവാണ് തഖ്വയുടെ അറിവ്. ഈ അറിവിനെ നമ്മളെ ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ആ അറിവിനെ എങ്ങനെ എവിടെ പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കി അത് പ്രയോഗിക്കുന്നതിനുള്ള മനസാന്നിധ്യത മാനസിക നിലയാണ് തഖ്വ എന്ന് പറയുന്നത്. ആ അറിവ് കൂടി വേണം. അപ്പോൾ അതില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിസ്കരിക്കൽ വലിയ അറിവാണെന്ന് വിചാരിച്ച് ഒരാൾ കടന്നുറങ്ങണം, അയാളെ തലക്കുമ്പാത്തി എന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉറക്കണം നിസ്കരിച്ചാൽ അത് അറിവല്ല, തഖ്വയല്ല. അത് ഒരാൾ നമസ്കരിക്കുന്നു, ഓതൽ വലിയ വിവരമാണെന്ന് വിചാരിച്ചിട്ട് നിസ്കാരം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരുത്തൻ ഒച്ചിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ അത് അറിവല്ല, അത് തഖ്വയല്ല. അത് അപ്പോൾ എവിടെ എന്ത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് തഖ്വയുടെ അറിവും കൂടെ വേണം. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ. ആ അറിവിനെയും അനിവാര്യമാണെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല പറഞ്ഞുകൊണ്ട് പറയാണ്, उनके दिल में कुछ भी नहीं तो महज नमाज रोज़ा के मसले जानने से दीन का इल्म नहीं आता. നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മസലകൾ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞു എന്ന് വിചാരിച്ച് ദീനിൻ്റെ അറിവ് ഒരിക്കലും വരുന്നില്ല. ആർന ഉൻ മസാइल के जानने से इस वक्त तक कुछ फ़ायदा हो सकता है जब तक इंसान रूहानियत का इल्म न सीखे.
ആത്മീയത എന്താണ് എന്ന അറിവ് ഒരാൾ കരഗതമാക്കുന്നത് വരെ ഒരിക്കലും ആ അറിവുകൾ കൊണ്ട് ഒരു ഫലവും കിട്ടുന്നില്ല. നമ്മളെപ്പോഴും കാണുന്ന സംഗതി, ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ വെക്കണം കാല്, അങ്ങനെ വെക്കണം കാല്, ഭയങ്കരമായിട്ട് അതിൽ വാശി പിടിക്കും. ഇപ്പോൾ ഖലീഫത്തുൽ മസീഹിൻ്റെ കഴിഞ്ഞ ഖുത്ബ അതായിരുന്നു, ഓതുമ്പോൾ വാതെടുക്കുന്നതും അയിനെടുക്കണതും കാഫ് എടുക്കണതും ഒക്കെ കുറിച്ചിട്ടുള്ള വാദങ്ങൾ. മസീമോൻ്റെ അടുത്ത് വന്നിട്ട് കാഫ് ഉച്ചരിക്കാൻ കഴിയാത്ത ആളാണെന്ന് ഒരു അറബി പറഞ്ഞ കഥകൾ. അപ്പോൾ അതവർക്ക് വിവരമുണ്ട്. പക്ഷെ മസീമ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഓതുമ്പോൾ അതിലേക്ക് ആഴ്ന്നു പോയിട്ട് ആ ഡപ്തിൽ പോയി ഓതലാണ് യഥാർത്ഥത്തിലുള്ള ഓത്ത്. മറ്റേ കാഫും കായനോട് ഇപ്പോൾ ഷീൻ ഉച്ചരിക്കാൻ അറിയാത്ത ആളായിരുന്നു ബിലാൽ, അതുകൊണ്ട് ബാങ്ക് കുഴപ്പമുണ്ടായില്ല. ബിലാലിൻ്റെ ആ ബാങ്കിൻ്റെ അത്ര നല്ല ബാങ്ക് വേറെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ സീനോട് ഉച്ചരിക്കുക അസദുല്ല ഇല്ലെന്നാണ് പറയല്. അപ്പോൾ തഖ്വയുടെ വിളിയോട് കൂടി അതിൻ്റെ ഒരു അറിവുണ്ടെങ്കിൽ അതിൻ്റെ ഉൾസാരം വരണമെങ്കിൽ, അതിൻ്റെ ഉള്ളർത്ഥം, അതിൻ്റെ അകത്തുള്ളൊരർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ തഖ്വ കൊണ്ടാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രകാശമായിട്ട് മുഖത്തുമായിട്ട് കൈകളിലും കാലുകളിലും കാണാൻ സാധിക്കും. ആ അറിവിൻ്റെ യഥാർത്ഥത്തിൽ ആ മുഖത്ത് പ്രസരിക്കുന്ന പ്രകാശം, ആ നൂറ് അതാണ് തഖ്വയുടെ നൂറാണ്. നമ്മൾ ഇൽമേ ലദുന്നി അഥവാ ദൈവികമായ ജ്ഞാനത്താൽ നിർഭരമായിട്ടുള്ള ആളുകളുടെ മുഖത്തിൻ്റെ പ്രഭാവങ്ങളും അറബി കോളേജിലും ഡിഗ്രികളും കൊണ്ട് കിട്ടുന്ന അറിവിൻ്റെ പ്രഭാവങ്ങൾ നമുക്ക് വേറെ തന്നെ തിരിച്ചറിയാം. എൻ്റെ ഉസ്താദ് മൗലാന കരീമുദ്ദീൻ സാഹിബ് പറയുന്നു, ഡിഗ്രി കിട്ടിയാൽ തെർമോമീറ്ററിനാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത്. 100 ജില്ലാനും ഡിഗ്രി ഉണ്ട്, എന്നിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് വെച്ച് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പരീക്ഷയ്ക്ക് മാർക്കിന് വേണ്ടി പഠിക്കുമ്പോൾ അതിന് ചോദിച്ചാണ്. പക്ഷേ എപ്പോഴും മനസ്സിൽ കുത്തുന്നൊരു വാക്കായിരുന്നു അത്. തെർമോമീറ്ററിന് ഒരുപാട് ഡിഗ്രി ഉണ്ട്, എന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ച്. അപ്പോൾ നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് അതിന് ദൈവഭയത്തിൻ്റെ ചൊവ്വ അതിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അറിവിന് ലോകത്ത് അള്ള എന്തിനാണ് അറിവ് കൊടുത്തത് അതൊരു കാര്യം കിട്ടിയാണ്. അത് ജോഗ്രഫി ആയിട്ടുള്ള അറിവാകട്ടെ, ചരിത്രപരമായിട്ടുള്ള അറിവാകട്ടെ. ചരിത്രപരമായിട്ട് അറിവാണ് കിട്ടുമ്പോൾ സ്റ്റീം മാറിയായിരിക്കും. അത് ഒരു വണ്ടിക്ക് സ്റ്റീം ഇട്ട വണ്ടി പോകുന്ന പോലെ ചരിത്രത്തിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് അയാൾ ആ ചരിത്രത്തിൽ പാഠമെടുത്ത് സ്റ്റീം വെച്ചതുപോലെ അയാൾ മുമ്പോട്ട് പോകുന്നൊരവസ്ഥ വരും. ജോഗ്രഫി ആയിട്ടുള്ള അറിവ് കിട്ടും അള്ളാഹുവിൻ്റെ കുദറത്തുകളെ മനസ്സിലാക്കി ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ കുദറത്തിനെ ഓർത്ത് അവൻ്റെ അശ്രു കണങ്ങൾ പൊഴിക്കുന്നൊരവസ്ഥ വരും. ആകാശത്തിൻ്റെ അനന്തതയിൽ കാണുന്ന നക്ഷത്രങ്ങൾ അവൻ അസ്ട്രോണമി പഠിക്കുമ്പോൾ അവൻ ആ അറിവ് കൊണ്ട് അവൻ്റെ ഉള്ളിൽ ഹഷിയത്ത് പ്രത്യേകമായിട്ട് അള്ളാൻ്റെ കൂടി വരും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഏത് തലത്തിലുള്ള അറിവുകളെയും നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഖലീഫത്തുൽ മസീഹ് സാനി പറയുകയാണ്, നമാസ്, റോസ, സക്കാത്ത്, ഹജ്ജ്, അംബിയ, ഫരിഷ്തെ, ജന്നത്ത്, ദോസഖ് വഗൈറ ഉമൂർ സാഹിരി ശരീഅത്ത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പ്രവാചകന്മാർ, മലക്കുകൾ, സ്വർഗം, നരകം, ഇതൊക്കെ ശരീഅത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള രൂപങ്ങളാണ്. ഉൻകെ സാത്ത് ജബ് തക് റുഹാനിയത് കാ ഇൽം ന ഹോ ജോ തഖ്വ കാലാത്തെ ഉസ് വഖ്ത് സാഹിരി ഇൽം സെ കോയി ഫായദ നഹീ ഹോ സക്ത. ഏതുവരെ റുഹാനിയായിട്ടുള്ള അതിൻ്റെ റുഹാനിയത്തില്ലയോ അതുവരെ ഒരിക്കലും ആ അറിവുകൊണ്ടൊരു ഗുണം ചെയ്യില്ല. ഞാൻ സമയത്തിൻ്റെ പരിമിതി ഞാൻ ഒന്നുകൂടെ ചുരുക്കാണ്. അവിടെ എത്തുമ്പോഴേ മരിക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന അറിവാണ് ശരീഅത്തിൻ്റെ അറിവ്. മരിച്ച നിമിഷം മുതൽ പിന്നെ ഉപയോഗപ്പെടുന്നത് തഖ്വയുടെ അറിവാണ്. നിസ്കാരം നോമ്പൊക്കെ നമ്മളെടുത്തു, പക്ഷെ അതിൻ്റെ കൂടെയുള്ള ആ നിസ്കരിച്ച് റക്കഅത്തും എണ്ണൊക്കെ അവിടെ കഴിഞ്ഞ് എൻ്റെ സാധനം ഉണ്ടല്ലോ, തേങ്ങ എണ്ണാൻ വേണ്ടിയിട്ട് കൊപ്രച്ചക്ക എണ്ണാനുള്ള സാധനത്തിൽ സലാത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ തബ്ലീഗ് മാത്രത്തെ കയ്യിലാണ് അങ്ങനെ നെക്കിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പോൾ 1000 തേങ്ങ പറഞ്ഞാലും 1000 സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 2 ഒരേമാതിരി ഉണ്ടാവും. ഇതിൽ നമ്പർ ഇങ്ങനെ വരുന്നതാണല്ലോ കണക്കൂട്ടണേ. അത് മരിക്കും അവിടെ കഴിയും. പക്ഷെ അത് എണ്ണുമ്പോൾ ഉള്ളിൽ ഓടിയിട്ടുള്ള മറ്റൊരു മീറ്റർ ഉണ്ട്, അത് മരിച്ചിട്ട് തുടങ്ങും. അവിടെ വെച്ചത് ആരംഭിക്കുകയാണ്. മരണാനന്തരം ചില പഴങ്ങളുണ്ട്. ഇപ്പോൾ തേങ്ങ, സാഹിബ് തേങ്ങ കൊടുത്തപ്പോൾ ഇളനീര് കൊണ്ട് ജ്യൂസ് അടിക്കാൻ പോയൊരു കഥ ഉണ്ട്. സാധാരണ മാംസമുള്ള ഭാഗമാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ തേങ്ങ കിട്ടിയപ്പോൾ ഇളനീര് കൊണ്ടേ കൊടുത്തിട്ട് അതിൻ്റെ ചവരിയൊക്കെ അയച്ചിട്ടാണ് നല്ലോണം ജ്യൂസ് ഇട്ടടിച്ച് കുടിച്ച് നോക്കുന്നതാണ്. അതിനുള്ളിലുള്ള കൊട്ടകളാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് കുരുവായിരിക്കും കഴിച്ച് മാറ്റി വെച്ചാണ്. ഇതേപോലെയാണ് ഈ ശരീഅത്ത് നിസ്കരിക്കുമ്പോൾ നല്ലോണം കയ്യ മുറുക്കി കെട്ടി വലിച്ചു കെട്ടി മേലക്ക് കെട്ടി താഴത്ത് കെട്ടിയിട്ട് അള്ളാനെ കിട്ടിയില്ല ഇങ്ങനെ പൊടിച്ച് വലിച്ചു കെട്ടും, പിന്നെയും കെട്ടും. ഇങ്ങനെ നിയ്യത്ത് നേരാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് മുട്ടുകാലിൻ്റെ മേലെ തുണി കയറി വരും, ഷർട്ട് കീപ്പിട്ട് ഇറങ്ങി വരും, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ. ഇതിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തേങ്ങ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മാംസളമായ ഭാഗമാണ് ചകിരി എന്ന് വിചാരിച്ച് അതിമ്പോൾ കെട്ടിമറിട്ട് ഒന്നും കിട്ടല്ല. അത് വിചാരിച്ചിട്ട് ചകിരിയില്ലാതെ തേങ്ങ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നടക്കില്ല. രണ്ടും വേണം. പക്ഷെ തേങ്ങ മൂത്ത് കഴിയുമ്പോൾ ചകിരി ഒഴിവാക്കും, പിന്നെ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ മനുഷ്യൻ മൂത്ത് പക്വമായാൽ മലക്കിൽ മൗത്തവനെ പിടിച്ചിട്ട് പോകും, അവിടുന്ന് പിന്നെ തേങ്ങ ഉപയോഗിക്കുള്ളൂ.
അവൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള തഖ്വയുടെ അറിവാണ് അവൻ അവിടെ വെച്ച് ഗുണം ചെയ്യുന്നത്. അപ്പോഴാണ് നൂറുഹും യസ്ആ ബൈനഹും, അവരുടെ 4 ഭാഗവും 100 പ്രകാശിതമാകും എന്ന് പറയുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ പ്രകാശം അള്ളാഹ് ഉൾക്കൊണ്ടിട്ടുള്ള ആ പ്രകാശമാണ് മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന അറിവുകൾ അതിൻ്റെ കൂടെ ദൈവികമായ പ്രകാശത്തെ അഥവാ റൂഹാനിയത്തിനെ ആ അറിവുമായിട്ട് സമരസപ്പെടുത്തി ഒരു സമ്മിശ്രമായിട്ടുള്ള റുഹാനിയത്തിൻ്റെയും ഭൗതിക അറിവിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് മുഖേന പോഷിതമാകുന്ന അവൻ്റെ ആത്മാവ് അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ മുതൽ അത് പിന്നെ വളരാൻ തുടങ്ങും. എല്ലാ പഴങ്ങൾക്കും അതിന് പഴുക്കുന്നൊരു സമയമുണ്ട്. പഴുത്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ജ്യൂസ് നിറഞ്ഞ ഭാഗം, അതിന് ഗുണപരമായിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കും, മറ്റു ഭാഗം ഒഴിവാക്കുകയും ചെയ്യും. ചിലത് മാംസളമായ ആദ്യ ഭാഗം ഉപയോഗിക്കും, അകത്തുള്ള കൊട്ട ഒഴിവാക്കുന്നുവെങ്കിൽ ചിലതിൻ്റെ അകത്തുള്ള കൊട്ടക്കകത്തുള്ളത് എടുക്കുകയും പുറത്തുള്ള മാംസള ഭാഗം ഒഴിവാക്കുകയും ചെയ്യും. അതതിൻ്റെ പക്വതയിൽ എത്തുമ്പോഴാണ്, മനുഷ്യൻ്റെ പക്വത എത്തുന്നത് അവന് മലക്കൽ മൗത്ത് പിടിക്കുമ്പോഴാണ്. ഖലീഫത്തുൽ സാനിയാണ് ഇത് പറയുന്നത്. അത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ എടുത്ത ആത്മീയതയാണ് അവൻ്റെ കയ്യിലുണ്ടാകുക, അറിവല്ല കയ്യിലുണ്ടാവുക. അപ്പോൾ ലോകത്ത് നമ്മൾ പഠിക്കുന്ന ഒരുപാട് അറിവുകളുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് എന്താ കയ്യിലുണ്ടാകുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയും ദീനിയായ അറിവ് തന്നെ എടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും. പല പണ്ടും പാതിരിമാർ ഒരുത്തൻ മാഷറി ചെന്നപ്പോൾ 2 ഭാഗത്ത് വലിയ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, നടുവിലൊരു ബോർഡും, 2 ഭാഗത്ത് വരെ വാതിലുമുണ്ട്. ഒന്ന് സ്വർഗ്ഗമാണ്, ഒന്ന് നരകാണെന്നാണ് ബോർഡ്. അകത്ത് കയറിയാൽ പുറത്തേക്ക് വരില്ലാന്ന്. അപ്പോൾ ഒരുത്തൻ കയറി ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെ പോകാമെന്നറിയില്ല. നല്ല താടിയും ഇതൊക്കെ ഉള്ള ആളാണ്, നല്ല കണ്ട ഒരു സാലിഹായ മനസ്സെന്ന് പറയാം, അതേമാതിരത്തെ ആൾ. ചെന്നിട്ട് നോക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുടുങ്ങിയാലോ എന്ന് വിചാരിച്ച്. കാരണം നരകത്തിൽ കയറിയാൽ യാതൊരു രക്ഷയുണ്ടാവില്ല. ഞാൻ അവിടെ തന്നെ നിന്നായിരുന്നു. ആരെങ്കിലും വരുന്നു നോക്കാൻ. അപ്പോൾ ഒരു സന്യാസി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ നിങ്ങളെ കിട്ട ഫോൺ വെച്ച് അതന്നെ ഇപ്പോൾ കാത്തേക്കണായിരുന്നു. പിന്നെ ഒരു പാതിരിയ വന്നതാണ്. പാതിരി വെച്ച് നമ്മൾ തമ്മിലുള്ള ശത്രുതയൊക്കെ വേറെ, പക്ഷേ ഇപ്പോൾ നമ്മൾ 2-3 ഒരേ സ്ഥലത്താണ് കുടുങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് വേറെ ആരും വരുന്നുണ്ടോ ഒക്കെ എന്നാണ്. അവസാനം ഒരുത്തൻ കണ്ട സന്യാസി എന്നും പറയാം, കയ്യിൽ രുദ്രാക്ഷമാലയുണ്ട്, കാവ്യ വസ്ത്രമുണ്ട്, പാതിരിയുടെ ലോഹയുണ്ട്, താടി മൂലേറുന്നുണ്ട്, എല്ലാം ഒത്തണങ്ങി ഒരുത്തം വന്ന് നേരെ കയറിയിട്ട് വാതിൽ ചവിട്ടി പൊളിച്ചുള്ളിക്കാണ് കയറിപ്പോയാണ്. ഇവർ 3 പിന്നാലെ പോയി. ചെന്നപ്പോൾ നരകരുന്നാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഉമ്മാരി വരവതിക്ക് വന്നത്? ഞാൻ ഈ ബിലീസാണ്, ഞാൻ ഇങ്ങോട്ട് തന്നെ വരേണ്ടത്, എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ വന്നു നല്ല ഉള്ളതാണ്, നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ പോന്ന് വെച്ച്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആ സെറ്റപ്പിൽ പോയാൽ അവസാനം ചെന്നത്തിന് നരകത്തേക്കാണ്. ആ സെറ്റപ്പിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ സെറ്റപ്പൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ പലതും കേൾക്കാൻ രസമാണ്. ജീവിതത്തോട് അതിനെ തട്ടിച്ചു വെക്കുമ്പോൾ കിടിലം കൊണ്ടുപോകും. ഇത് അള്ളാൻ്റെ അടുത്തേക്ക് ഇപ്പം കുറച്ചിട്ട് പോവാം. പക്ഷെ ചെല്ലുമ്പോൾ ഈ ചെയ്തതൊന്നും ഈ പഠിച്ചതൊന്നും ഒന്നിനും പെടാതെ കയറിപ്പോണ്ട ഒരു ഗതികേടാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. ഇവിടെയാണ് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത്, ഇൽമുൽ അദിയാനും ഇൽമുൽ അബ്ദാനും. ശരീരശാസ്ത്രത്തിൽ പഠിച്ച് അനോട്ടമി പഠിച്ച് ഡോക്ടറാണെങ്കിലും, എത്ര വലിയ അനോട്ടമി പഠിച്ചു വെച്ചാലും, ശരീരശാസ്ത്രം പഠിച്ചു വെച്ചാലും, അവയവങ്ങളെക്കുറിച്ച് പഠിച്ചാലും, അതുകൊണ്ട് അയാളുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു തഖ്വയുണ്ട്. എൻ്റെ റബ്ബ് ഇങ്ങനെയൊക്കെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുക. മറ്റെന്തൊന്നും എനിക്കറിയില്ല. പലപ്പോഴും ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ പല വിവരണങ്ങളും കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോലുണ്ട്. പ്രപഞ്ചത്തിലെ ഏതൊരു സാധനത്തിനെയും നമുക്ക് ഒരു ശാഖയായി പഠിക്കാമെങ്കിൽ ശരീരത്തിൽ അതിൻ്റെ ഒക്കെ ഭാഗങ്ങളാണുള്ളത്. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ശരീരമുള്ളത്. അൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അനോട്ടമിയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ. ഓരോ കോശങ്ങളെക്കുറിച്ചിട്ടും പിന്നെ നെർവ്സുകളെക്കുറിച്ചിട്ടും അവൻ്റെ എല്ലുകളെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെക്കുറിച്ചിട്ടും മസ്തിഷ്കത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ച് അൽ ഇസ്ലാമിൽ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ വിവരിച്ചിട്ടുണ്ട് വളരെ രസമായിട്ട്. അവിടെ തഖ്വയുടെ സൂക്ഷ്മമായിട്ടുള്ള അള്ളാൻ്റെ ചെറിയ ചെറിയ ബിറ്റുകൾ അവർ ഒഴിവാക്കി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ കൂടെ ഇൽമുൽ അദിയാനും കൂടി ചേർന്നാൽ, മതപരമായ അറിവും കൂടി കൊടുത്താൽ, ഉറുദുവിൽ പറയും സോനെ പേ സുഹാഗ. ആദ്യം തന്നെ സ്വർണ്ണമാണ്, അവ പുതിയവണ്ണായിട്ട് ചമഞ്ഞും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരവസ്ഥയിലുള്ള ഒരു അറിവ് അള്ളാഹ് നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ തഖ്വയുടെ റോഷനി, തഖ്വയുടെ ചരിത്രം കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്.
ഇനി ആ അറിവ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മസീമോൻ്റെ ഒരു പദ്യമുണ്ട്, ആവോ ലോകമൊക്കെ യഹി നൂറെ ഖുദാ പാവോगे ലോ തുമേ തോറെ തസല്ലി കാ ബത്തായ ഹംനെ. പാട്ട് പാടിയിട്ട് നമ്മൾ ഇജ്തിമായിൽ ഫസ്റ്റൊക്കെ വാങ്ങുന്നുണ്ട്. വരിക ജനങ്ങളെ, അള്ളാഹുവിൻ്റെ നൂറ് നിങ്ങളിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും മാർഗം നാം ഇത് പറഞ്ഞു തരുന്നു. നമ്മളിപ്പോൾ ഒരാളെ അഹമ്മദത്തിലേക്ക് വിളിച്ചാലേ എങ്ങനെ ഉണ്ടാവും? പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാം, നാട്ടിലൊക്കെ നല്ല വണ്ടി നോക്കിയിട്ട് ബസ് കയറും. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റേ ലക്ഷറി ബസ്സൊക്കെ പോയിട്ട് വണ്ടി കയറും. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് നമ്മൾ കോഴിക്കോട് പാഞ്ഞ് കയറിപ്പോവും. അതേ സമയത്ത് ഒരു കാളവണ്ടി ഒരുത്തം നിർത്തിക്കാണ്ട് കോഴിക്കോട് ആരും പാഞ്ഞു കയറാൻ പോയിക്ക്. അപ്പോൾ ആത്മീയമായിട്ടുള്ള അറിവുകളും അറിവിൻ്റെ പ്രകാശവും ഉണ്ടെങ്കിൽ മാത്രമേ മസീമോദിൻ്റെ ജമാഅത്തേക്ക് നമുക്ക് വിളിക്കാനുള്ള അധികാരമുള്ളൂ. മറ്റത് പാതിരി മറ്റവരൊക്കെ പാടെ കൂടിയിട്ട് നരകത്ത് പോണ ആളെ കൂട്ടത്തിൽ കൂടിയിട്ട് വിളിക്കണം. നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുണ്ടാവേണ്ട അഖലാഖാണ്. അവരുടെ സ്വഭാവത്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്. കണ്ട് തന്നെ അവർ ആകൃഷ്ടരാകും. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ നൂറ്, മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ നൂറ്, ഖുലഫാക്കൾ മുഖേന നൽകിയ നൂറ്, ഇത് നമ്മൾ കരഗതമാക്കാൻ ഞാൻ പറഞ്ഞ 2 മാർഗ്ഗങ്ങൾ, അതായത് ഖലീഫത്ത് മസീഹ് സാനി പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇത് സ്വീകരിക്കാൻ 7 മാർഗ്ഗങ്ങൾ ഖലീഫത്ത് മസീഹ് സാനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഈ അറിവുകൾ എടുക്കാം, അത് പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലൊരു ആയത്ത്, യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹജൂറ. എൻ്റെ റബ്ബെ, എൻ്റെ കൗമ് ഈ ഖുർആനെ ഹിജറത്ത് പോയ മാതിരി പിന്നാണ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ പറയണേ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദുൽ ഖുർആന മഹജൂറ എന്ന് പറയാം. എൻ്റെ റബ്ബെ, ഈ കൗമ് ഖുർആനെ പുറകോട്ട് തള്ളിക്കളഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞില്ല റസൂൽ. ഖുർആൻ എന്താ എത്തുന്ന വെച്ചാൽ റസൂൽ പറയുന്നത് ഇങ്ങനെ, ഹാദൽ ഖുർആന മഹജൂറാണ്, ഇഖുർആനെയാണല്ലോ ഒരു തള്ളിയത്. ഇത്രയും കാരുണ്യം നിൻ്റെ വിവരിക്കപ്പെട്ട, ഇത്രയും ഇവർക്ക് മാർഗദർശനം അടങ്ങിയിട്ടുള്ള, ഇത്രയും അറിവുകളുടെ കലവറയായ, ഈ വിധത്തിൽ ഇവരോട് അനുഗ്രഹമായിട്ടുള്ള ഒരാളോട് കുട്ടി തണുപ്പിന് കടന്ന് വറക്കണ കുട്ടിനോട് ഈ പുതപ്പ് എനിക്ക് തന്നിട്ട് ഈ പുതപ്പെല്ലാം ചിട്ടിട്ട് തണുപ്പ് കിടന്നതൊക്കെ ചോദിക്കുമ്പോഴാണ്. നല്ല ഭക്ഷണം മുമ്പിൽ വെച്ചുകൊണ്ട് പട്ടിണി കിടന്നിട്ട് വറക്കുകയാണെങ്കിൽ അപ്പോൾ അവനോട് പറയണം, ഈ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ടല്ലേ നീ ചെയ്യുന്നത്. സാധാരണ പശുക്കൾ പുല്ലുന്നാത്ത ഈ പുല്ലൊക്കെ അവിടെ കിടക്കണം, എൻ്റെ മുമ്പിലല്ല അവിടെ കിടക്കണമെന്ന് നമ്മൾ പശുക്കളോട് ചോദിക്കലുണ്ട്. പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെയാണ് പറഞ്ഞത്, ഈ ഖുർആനെയാണല്ലോ എൻ്റെ കൗമ വിട്ടിട്ട് ഈ കോലത്തിലൂടെ നിൽക്കുന്നത് എന്ന് റസൂൽ വിലപിക്കുന്ന ഒരു സമയം. 2 വിധത്തിൽ റസൂലിനെ കാണാം നമുക്ക്. ഒന്ന്, റസൂല് ഈ ഖുർആനെ വിട്ടുപോയി വന്ന നരകത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കൗമാണല്ലോ ഇതെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നമുക്ക് പോവാം. മറ്റൊന്ന്, ഇതാണ് എൻ്റെ ഉസൈഹാബി, ഇതാണ് എൻ്റെ സഹാബത്ത് എന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങനെയും പോവാം. അറിവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രംഗം ഖുർആനാണ്. അത് പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ആലോചിക്കുകയും അതിൻ്റെ തർജ്ജമ കേൾക്കുകയും. ഒരു ദർസ്, ഖുർആൻ്റെ ദർസ് കേൾക്കുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന ദജ്ജാൽ പിന്നെ ബാങ്ക് കേട്ടാൽ പോകുന്ന പറയുമ്പോൾ ചില ആൾക്കാർ രാവിലത്തെ ഉറക്കത്തിൻ്റെ ഇതൊക്കെ എണീറ്റ് പോകുന്നവരുണ്ട്. റസൂലുള്ള പറഞ്ഞ അതേ വാക്ക് ബടി ഉണ്ടെന്ന് പറയുന്നത് കാണുന്നതിന് തുല്യമായിട്ട് നമുക്ക് തോന്നും ചിലപ്പോൾ. വേറെ ഡ്യൂട്ടിയും പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്ക് വേറെ കാര്യം. പക്ഷേ ഒരു കാര്യമില്ലാതെ ഇപ്പോൾ ചിലർ പറയും രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി എന്ത് കക്കാൻ പോയതെന്ന്. നേരം വിളിക്കുമ്പോൾ ഖുർആൻ 5 മിനിറ്റ് കേൾക്കാൻ പറ്റാത്ത അത്ര ഉറങ്ങിയിട്ടില്ല എല്ലാവർക്കറിയാം. അപ്പോൾ ആ ഒരു സംഗതി, ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് കിട്ടണം. അതിന് ഖുർആൻ പഠിക്കാൻ മസീമ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പഠിപ്പിച്ചതെന്ന് എന്താണെന്ന് വെച്ചാൽ, എന്നിന്ന് പഠിക്കണം, വേറെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കണേ. എൻ്റെ ഉപ്പനോട് ചെറുപ്പത്തിൽ ഷെയർ ചെയ്തൊരു സംഗതി ഉണ്ട്. അഹമ്മദിയായത് എങ്ങനെയെന്ന് വെച്ചപ്പോൾ, ഖുർആൻ ഓതുമ്പോൾ പ്രയാസമുള്ള ആയത്തുകളിലേക്ക് വരുമ്പോൾ തൻ്റെ ഉസ്താദിനോട് ചോദിക്കും. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, കണ്ണൂരുണ്ടായിരുന്നൊരു ഹാജിയരാണ്, ഉസ്താദുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇമാം മഹദി വന്നാൽ പറഞ്ഞു തരും, എനിക്കറിയില്ല മോനെന്ന് പറഞ്ഞു. അവസാനം ഉപ്പ ആദ്യമായിട്ട് വായിക്കുന്ന അറബി പുസ്തകം ആ ആയത്തുകൾക്കൊക്കെ വ്യാഖ്യാനം കൊടുത്തായിരുന്നു. ഒരു രാത്രി മുഴുവൻ വായിച്ചു തീർത്തിട്ട് ഇനി അഹമ്മദത്തിൽ വാക്യമൊന്നും സംശയം ബാക്കില്ല. അപ്പോൾ ഒരു ഖുർആൻ ഓതുന്ന ആളുകൾ, നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് അറിയാത്തതുകൊണ്ടാണ്. ഒരായത്തിന് ആ അർത്ഥമാണോ ഈ അർത്ഥമാണോ, ഇബ്നു കസീർ അതാ പറഞ്ഞത്, മറ്റേ മൊഹിത്തിനാണ് പറഞ്ഞത്, വരൽ മൊഹിത്തേനാണ് കൊടുത്ത അർത്ഥം ഇതാണ്, റാഗിബ് കൊടുത്ത അർത്ഥം ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ അർത്ഥം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക എന്നുള്ളത് എന്താണെന്ന് ഏറ്റൊക്കെ അറിയില്ല. അത് അറിയേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലത്ര. ആയത്തുകൾ ഓതിയിട്ട് ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഖുർആൻ ലോകത്തില്ല.
അവിടെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആനെ നിസ്സാരമായ നിലയിൽ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞാൽ തഫ്സീർ സഗീർ ഖലീഫത്തുൽ മസീഹ് സാനി എഴുതുന്നത്, സാധാരണക്കാരന് മനസ്സിലാവട്ടെ എന്ന്. ഖലീഫത്തുൽ മസീഹ് റാബി കുറച്ചുകൂടെ കേട്ട് മനസ്സിലാക്കട്ടെ മുഴുവൻ റെക്കോർഡ് ചെയ്ത് കൈ തന്നു, ഇംഗ്ലീഷും തന്നു ഉറുദുവിലും തന്നു. എന്നെ തല്ലണ്ടമ്മ ഞാൻ നന്നാവില്ല എന്ന് പറയുമ്പോൾ പിന്നെയും നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ലെങ്കിൽ ഖലീഫത്തുൽ മസീഹ് സാനി പറയാണ് പഠിക്കേണ്ടത് നിങ്ങൾ ഖാദിയാനിൽ വന്നിട്ടാണെന്ന് പറയുന്നത്. നമുക്ക് പലതിനും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പലതിനും നമുക്ക് സമയമുണ്ട്. ഖാദിയാനിൽ പോയി നിന്നിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലീഫ എവിടെ ഉണ്ടോ അവിടെ നിന്ന് പഠിക്കാനാണ് ഈ പറഞ്ഞത്. ഇന്ന് ഖലീഫയെ നേരിട്ട് പഠിക്കാനുള്ള സംവിധാനം നെറ്റ് മുഖേന നേരിട്ട് അല്ലാതെ അത് മറ്റൊരു വിധത്തിൽ ഒരുക്കി തന്നെ എല്ലാവർക്കും ഖാദിയാനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഖലീഫയിൽ നിന്ന് നേരിട്ട് പഠിക്കലാണ് ഖുർആൻ്റെ ഏറ്റവും വലിയ പഠനം. ബാക്കി ആരും എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ഏത് മല്ലാക്ക് എത്ര വലിയ ദർസ് കൊടുത്തിട്ടും കാര്യമില്ല. ഖലീഫ എന്ത് പറയുന്നുവോ, മസീഹ് മൗഊദ് എന്ത് പറയുന്നു, അതാണ് ഖുർആൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ എപ്പോഴും ഖുർആൻ വായിക്കേണ്ടത്. അത് അടിസ്ഥാനം കിട്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് വായിക്കാം, ബാക്കിയൊക്കെ നിങ്ങളിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ചകഞ്ഞു കൊണ്ടുവരും. ഏത് വ്യാഖ്യാനം കേട്ടാലും കുഴപ്പമില്ല. പക്ഷേ മസീഹ് മൗഊദിൻ്റെ വ്യാഖ്യാനം ഇന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര എളുപ്പമാണ് സംഗതി അറിയാം. നിങ്ങൾ ഖുർആനിൽ സെർച്ചിൽ പോയിട്ട് നമ്മളെ നെറ്റിൽ ചെറുതായിട്ടൊന്നും പരിചയപ്പെടുത്തണേ. ഖുർആൻ നമ്മുടെ സെർച്ച് ഉണ്ട് അൽ ഇസ്ലാമിൽ, ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നത്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ആയത്തിൻ്റെ ഒരക്ഷരം അവിടെ ടൈപ്പ് ചെയ്താൽ, ഇംഗ്ലീഷിലാവട്ടെ ഉറുദുവിലാവട്ടെ അറബിയിലാവട്ടെ ഏതെങ്കിലും ഒരു ഭാഷ തിരിയല്ലോ, ഒരു വാക്ക് അവിടെ ടൈപ്പ് ചെയ്താൽ അത് ഖുർആനിൽ പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അവിടെ വരും. അടുത്ത ഭാഗത്ത് കാണുന്ന അതിന് മസീഹ് മൗഊദ് കൊടുത്ത വ്യാഖ്യാനമാണ്. ക്ലിക്ക് ചെയ്താൽ മസീഹ് മൗഊദ് കൊടുത്ത മുഴുവൻ വ്യാഖ്യാനം വരും. അടുത്ത താഴത്ത് കാണുന്ന ഖലീഫത്തുൽ മസീഹ് അവ്വൽ കൊടുത്ത വ്യാഖ്യാനമാണ്, എല്ലാം അവിടെ തന്നെ വരും. അടുത്ത ലൈനിൽ പിന്നെ കാണുന്ന ഖലീഫത്ത് സാനി കൊടുത്ത വ്യാഖ്യാനമാണ്, അതവിടെ കിട്ടും. മറ്റ് ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങൾ, ബാക്കിയുള്ള വ്യാഖ്യാനങ്ങൾ മുഴുവൻ അവിടെ തന്നെ കിട്ടും. ജമാഅത്തിൽ കിട്ടാവുന്ന എല്ലാ സാധനം അവിടെ തന്നെ ഉണ്ട്. ഇത്രയും എളുപ്പത്തിൽ ഖുർആൻ പഠിക്കാൻ പണ്ട് ഒരാൾ ഖാദിയനിൽ വന്ന് പഠിക്കണമെന്ന് ഖലീഫത്ത് സാനി നമ്മോട് പറഞ്ഞെങ്കിൽ ഖാദിയൻ കൊണ്ടുവന്ന് നമ്മുടെ പോക്കറ്റ് കിട്ടുമെന്നൊക്കെയാണ്. ഇവിടെ നിന്ന് പഠിച്ചോ. ഈ ഒരു സൗകര്യം അള്ളാഹു തന്നിട്ട് നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അറിവ് എവിടേക്കും എത്താൻ പോകുന്നില്ല. ഖലീഫത്തുൽ മസീഹ് സാനി ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഏത് വാക്കുകളിലാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പഠിച്ചിട്ട് ഏത് വാക്കിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക നിങ്ങൾ നോക്കുന്നു പറഞ്ഞു. ഖുർആനെക്കുറിച്ചുള്ള മഹത്വത്തെക്കുറിച്ച് ഏത് വാക്കിലാണ് നിങ്ങളോട് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല, നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങളാ കാര്യം നോക്കുക എന്ന് പറഞ്ഞു. അതിന് ഉസ്താദില്ലാത്ത ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ വസ്വാസം അവന് ഉണ്ടാവുള്ളൂ. ശരിക്കൽ ആ ഉസ്താദാണ് മസീഹ് മൗഊദും ഖുലഫാക്കളും ആകുന്ന ഉസ്താദില്ലെങ്കിൽ അവന് ഷെയ്ത്താൻ്റെ വസ്വാസം ഉണ്ടാവും എന്ന് മസീഹ് മൗഊദ് ഖലീഫത്തുൽ മസീഹ് സാനി തുടർന്ന് പറയുന്നു. ഇനി അടുത്ത ഇതൊരു വളരെ നീണ്ട സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് ഇതിനെ ഒന്ന് രണ്ട് വാക്കുകൾ ചുരുക്കിയിട്ട് ബാക്കി പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുകയാണ്. അടുത്ത മാർഗം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഖാദിയാനിൽ നിന്ന്, അതായത് ഖലീഫമാരിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മാർഗം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്നുണ്ട്. അത് മുസ്ലിം അത് വിവരിച്ചത്, നിങ്ങൾ ഖാദിയാനിൽ വരാൻ കഴിയുകയാണെങ്കിൽ വരാം, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുറച്ച് സമയമെങ്കിലും ഖലീഫ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഖാദിയാനിൽ മർക്കസ് റബു ആണെങ്കിലും ഖാദിയാനാണെങ്കിലും എവിടെയാണോ ഖലീഫ നിൽക്കുന്ന മർക്കസായി മാറുന്നു, അവിടെ ചെന്ന് നിന്ന് അതിന് ആത്മീയമായിട്ടുള്ള ആ വിവരത്തെക്കുറിച്ച് കണ്ട് പഠിക്കുകയും അവിടെയുള്ള അള്ളാഹുവിൻ്റെ മലക്കളുടെ അതായത് ഷായറുള്ളായി മാറുകയാണ്, അള്ളാഹിൻ്റെ ചിഹ്നങ്ങളായി മാറുകയാണ്. അവിടെ നിന്നിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ഖുർആൻ പഠിക്കാനെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചതിനെ എടുത്തുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു. ജീവിതത്തിൽ അതൊരു ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കുകൊണ്ട് ഖാദിയനിൽ കുറച്ചു കാലം നിന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അതറിയാം. അത് അള്ളാഹിൻ്റെ ഒരു പ്രത്യേക സ്വാധീനം അവരിലുണ്ടായിട്ട് നിൽക്കാത്ത ആളുകൾക്ക് വേറെ അറിയാം. അതൊന്നും ഇപ്പോൾ ഒരു അത്യാവശ്യമില്ലെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ അവരെ നമുക്ക് വേറെ തന്നെ അറിയാൻ സാധിക്കും. മറ്റ് അടുത്ത മാർഗം ഖുർആൻ്റെ ദർസുകൾ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെയും കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ സ്വയം വായിൽ ഓതിയിട്ട് സ്വന്തം തിലാവത്ത് ചെയ്ത് സ്വന്തം അർത്ഥം പറഞ്ഞത് 302 ദർസുകളുണ്ട്. 4 ദർസ് 304 ദർസുകൾ ഉണ്ട്. അത് 42 മിനിറ്റ് 45 മിനിറ്റാണ് ഓരോന്നുള്ളത്. അത് നമ്മൾ ഒരു ദിവസം ഒന്ന് കേൾക്കണ വാരി ഇരുന്നാലും മതി. അത് സാധാരണ സിമ്പിൾ ഉറുദുവിലാണ് പറയുന്നത്, അത്ര വലിയ ഇതിലൊന്നുമല്ല പറയുന്നത്. അത് വായിച്ച് കേൾക്കുകയോ പിന്നെ അല്ലെങ്കിൽ കേട്ട് എങ്ങനെയെങ്കിലും അത് നമ്മൾ കേട്ടാൽ നമുക്ക് ഖുർആനെക്കുറിച്ച് നല്ലൊരു അറിവ് കിട്ടും.
ഇതേപോലെ ഖുർആനെക്കുറിച്ചുള്ള ദർസുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം ഹുസൂർ പറഞ്ഞത്, ജീവിതത്തിൽ ഖുർആനിൽ എന്ത് പഠിച്ചാലും ഭാര്യനെയും മക്കളെയും അടുത്തുള്ള സുഹൃത്തുക്കളെ അത് പഠിപ്പിക്കാൻ നോക്കുക. അറിവിനെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം അതാണ്. സാധാരണ അറിവിനെ നമ്മളൊന്ന് പഠിച്ച് വേറെ ആൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് നിൽക്കും. അത് മക്കളെയും കുട്ടികളെയാണ് ഏറ്റവും ആദ്യം പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഈ ഫോണൊക്കെ എടുത്തിട്ട് പിന്നെന്താണ്, അവിടുന്ന് എന്താണ്, ഇവിടുന്ന് എന്താണ്, അപ്പുറത്ത് എന്താണെന്നൊക്കെ ചോദിക്കലുണ്ട്. ഈ നാട്ടിലേക്ക് ഫോൺ ചെയ്യലാണ് മെയിൻ കാര്യം, അധികം ആൾക്കാരുടെ പണി. അതിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. അത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മുടെ മക്കളെ ഖുർആൻ നമ്മൾ അറിയുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കലാണ്. അത് അവരും ഒരുപാട് കാലം ഓർക്കുന്നു, അവരും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, അവർക്കൊരു നല്ലതാണ്. ഈ കാര്യത്തിൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ആ ഒരു വിവരം മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങൾക്ക് ഉപ്പാനടുത്ത് കിട്ടിയ പല കാര്യങ്ങളും ഓർക്കാറുണ്ട്. ആ ഒരു വിവരം ഒരിക്കലും നമുക്ക് മറക്കില്ല. ആ രംഗടക്കം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഹദീസൊക്കെ വായിക്കുന്ന രംഗം പോലെ ആ ഏത് സമയത്ത് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വായിച്ചിട്ട് ഇഷ്ടം പോലെ വായിച്ചിട്ട് ആ ഒരു ഓർമ്മ നമുക്ക് നിലക്കാനില്ല. അപ്പോൾ അത് നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ്. ഒരു മാർഗ്ഗം കൂടി പറഞ്ഞ് നിർത്താണ്. ഹുസൂർ ജമാഅത്ത് ഖുർആൻ്റെ സബക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസ്ബാഖുൽ ഖുർആൻ. അതായത് ജീവിതത്തിൽ എല്ലാ ദിവസത്തേക്കും ഖുർആൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. അക്കാലത്ത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഖുർആൻ്റെ ഒരു ആയത്ത്, രണ്ടായത്ത്, ഒരു പാഠം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ എന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഖുർആൻ നമ്മൾ മാറ്റിവെക്കുക. ഇത്ര നമ്മൾ എന്തായാലും പഠിക്കണം. ഈ 4 മാർഗങ്ങൾ, ഒന്ന് ഖുർആൻ ഖലീഫമാരുടെയും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അഥവാ ഖാദിയാനുമായി ബന്ധപ്പെട്ട മർക്കസുമായി ബന്ധപ്പെട്ട നിലയിൽ പഠിക്കുക. രണ്ടാമത്തേത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുക, ഭാര്യമാരെ പഠിപ്പിക്കുക, കുടുംബത്തിൽ പഠിപ്പിക്കുക, സുഹൃത്തുക്കളെ പഠിപ്പിക്കുക. മൂന്നാമത്തെ മാർഗം ഖുർആൻ ദർസുകൾ എവിടെ കിട്ടുകയാണെങ്കിലും അത് മുഴുവൻ കേൾക്കുക. എത്ര ദർസുകൾ ഖുർആനെ കുറിച്ച് കേൾക്കുന്നു അത് കേൾക്കുക. നാലാമത്തെ കാര്യം ഖുർആൻ്റെ പഠനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരായത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു വാക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സബക്ക് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ പോവാണെങ്കിൽ ഖലീഫ സാനി പറയാണ്, ഒരു ഹദീസ് ഉദ്ധരിച്ചു, ഒരു സംഭവം ഉദ്ദേശിച്ചുകൊണ്ട് ഹദീസിൽ വന്ന സംഭവം റസൂലുള്ളാഹിക്ക് കശ്ഫിൽ കാണിച്ചു കൊടുത്താണ്. ഒരു സഹാബി 100 ആളെ കൊന്നിട്ട് 99 ആളെ കൊന്ന് 100ാമത്തെ ആളെയും കൊന്നപ്പോൾ പോകുമ്പോൾ ആ സ്ഥലം അയാൾ സഞ്ചരിച്ച സ്ഥലത്ത് വെച്ചിട്ട് അളക്കുകയും അത് കൂടുതൽ സഞ്ചരിക്കാനുള്ള സ്ഥലം താൻ എത്തേണ്ട സ്ഥലം കുറഞ്ഞു വന്ന് താൻ സഞ്ചരിച്ച സ്ഥലം കൂടുതൽ വന്നു. ഒരു വലിയ സംഭവമാണ്. ഞാനത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടതിന് വെറും സൂചന മാത്രം നൽകുകയാണ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത് അള്ളാഹ് കശ്ഫിൽ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്താണ്. ഇത് ഞാൻ വേറെ എഴുതി കണ്ടിട്ടില്ല. സാനിയെന്ന് പറയുന്നത് കശ്ഫിൽ കാണിച്ചു കൊടുത്താണ്. അപ്പം ഹദീസ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ വിവരിക്കും അങ്ങനെയാണ് വിവരിക്കുന്നത്. പിന്നെ സാനി പറയണ അതിന് മനസ്സിലാകുന്നത് നമ്മൾ ഏതൊരു മാർഗത്തിലേക്കാണോ തിരിക്കുന്നത് അവിടെ വെച്ച് അള്ളാഹു നമ്മളെ കാത്തോളും. അപ്പോൾ ഖുർആൻ ഒരാളെ കൊണ്ട് മുഴുവൻ പഠിച്ചു കഴിയുന്നതല്ല പറഞ്ഞത്, ആ മാർഗത്തിൽ അവൻ ചരിച്ചുകൊണ്ടിരുന്നാൽ, അവൻ നല്ല ഉദ്ദേശത്തോട് ചിരിച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹ് കാത്തോളും. ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഞാനത്തെ ക്ലാസ്സിൻ്റെ ചുരുക്കം എങ്ങനെയാണ്, കർമ്മരംഗത്ത് സ്വഭാവത്തിൻ്റെ, അതായത് സൽസ്വഭാവങ്ങളുടെ കാര്യത്തിൽ, റൂഹാനിയത്തിൻ്റെ കാര്യത്തിൽ, ഭൗതികമായ പുരോഗതിയുടെ കാര്യത്തിൽ, ഇത് മൂന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന പുരോഗതി. അതിൻ്റെ അടിത്തറ അറിവാണ്. അറിവിൻ്റെ അടിത്തറ ഖുർആനാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഖുലഫാക്കളുടെയും വിശദീകരണങ്ങളാണ് അതിനെ നമ്മെ സഹായിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പഠിച്ചിട്ട് പ്രവർത്തിക്കാതിരുന്നാൽ അതിന് ശിക്ഷ വേറെ, പഠിക്കാതിരുന്നാലും നിസ്കരിക്കാത്തയും നോമ്പെടുക്കാത്തയും പോലെ തന്നെയുള്ള ഒരു കുറ്റമാണെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു. അത് നമ്മൾ ഫറലാക്കി, അല്ല നമ്മളെ സൃഷ്ടിച്ച് ഇത്രയും കാര്യങ്ങൾ തന്ന അല്ല നമുക്ക് ഫറലാക്കി തന്നതാണ് അറിവിനെ നേടുക എന്നുള്ളത്. അറിവിൻ്റെ 2 ഭാഗങ്ങളാണ് ഏറ്റവും ഉപകാരപ്രദമായത്. അത് പഠിച്ചിട്ടില്ലേ ശിക്ഷിക്കപ്പെടുമെന്ന്. ഇൽമുൽ അദിയാൻ, ഇൽമുൽ അബ്ദാൻ, ശാരീരികമായിട്ടുള്ള ശരീരത്തെക്കുറിച്ചുള്ള വിവരം, അതേപോലെ ദീനിനെക്കുറിച്ചുള്ള അറിവ്. മറ്റേത് അറിവുകളും പഠിച്ചിട്ടില്ലെങ്കിൽ അത് ജാഹിലായാൽ അവന് നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് റസൂൽ തിരുമേനി പറയുന്നു. പക്ഷേ ഇത് പഠിച്ചില്ലെങ്കിൽ നഷ്ടം മാത്രമല്ല ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും എന്നുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖലീഫത്തുൽ മസീഹ് സാനി ഉദ്ധരിക്കുന്നു.
അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഈ മാർഗത്തിൽ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് തന്ന ഒരു ജീവിതമുണ്ട്, വളരെ രഹസ്യമായിട്ടുള്ള ജീവിതം. അത് അള്ളാഹു എങ്ങനെ ഉദ്ദേശിച്ചാണോ തന്നിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ വറഹ്മത്തുള്ളാഹി.